അതുപോലെയാണ് അവസാനം വരുന്ന ബേസ് നോട്ട്. ബേസ് നോട്ട് എന്ന് പറയുമ്പോൾ അതിൽ ആൽക്കഹോൾ ചേർക്കുന്നതിന്റെ പകുതി അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു 40% അതിൽ ഞങ്ങൾക്ക് ഓയിലുകൾ വരും. അത് 8 മണിക്കൂർ 10-12 മണിക്കൂർ വരെ അത് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയി കിട്ടുകയും ഞങ്ങൾക്ക് സ്മെല്ല് ആസ്വദിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ വരുന്ന മറ്റൊരു കാറ്റഗറിയാണ് ഇപ്പോ ഈ ബേസ് നോട്ടായാലും മിഡിൽ നോട്ടായാലും അതുപോലെ തന്നെ ടോപ്പ് നോട്ടായാലും ഏതായാലും ഇതുപോലെ ഈ 3 നോട്ട് വരുന്നത് പോലെ വേറെ ഒരു കാറ്റഗറി വരുന്ന രൂപമാണ് EDC, EDT, അതുപോലെ തന്നെ എക്സാൻഡൽ ഓയിലുകൾ. EDT എന്ന് പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ EDC എന്ന് പറഞ്ഞെങ്കിൽ EDC എന്ന് പറയുമ്പോൾ 5% മാത്രമേ ഓയിൽ ഉണ്ടാവും. ഫ്രാഗ്രൻസി 5%ഉം ബാക്കി 95% ആൽക്കഹോൾ ആയിട്ടാണ് അതിന് യൂസ് ചെയ്യുന്നത്. 5% മാത്രമാണ് അതിന് ഓയിലുകൾ മിക്സ് ചെയ്യുന്നത്. ബാക്കി 95% ആൽക്കഹോൾ യൂസ് ചെയ്തിട്ടാണ് ആ ഫ്രാഗ്രൻസി, ആ അത്തർ അല്ലെങ്കിൽ ആ പെർഫ്യൂം ഉണ്ടാക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു 10-15 മിനിറ്റ് മാത്രം സ്മെല്ല് നിൽക്കൂ. നല്ല അടിക്കുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും, കുറച്ച് സമയമായിരിക്കും. രണ്ടാമത്തെ ബേസിൽ വരുന്നത് EDT എന്ന് പറഞ്ഞാൽ ഒരു 10-12% മാത്രമാണ് അതിൽ ഓയിലുകൾ യൂസ് ചെയ്യുന്നത്. ഏത് ഓയിലായാലും ഏത് ബ്രാൻഡിൻ്റെതായാലും അതിൽ അത്ര ശതമാനം യൂസ് ചെയ്യുന്നുള്ളൂ ഓയിൽ. ബാക്കിയെല്ലാം ആൽക്കഹോളാണ്, എത്തനോളാണ്. ബാക്കിയെല്ലാം എത്തനോളാണ്, ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരു 12%, ബാക്കി 88% എത്തനോൾ യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഏകദേശം 2-3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ വരെ സ്മെല്ല് ഞങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് എക്സലന്റ് ഓയിൽ. അത് പെർഫ്യൂം ചെയ്യുന്ന സമയത്ത് ഉദാഹരണത്തിന് എത്തനോൾ 50% ആണെങ്കിൽ 50% ഓയിൽ ഉണ്ടാവും. പലതരത്തിലുള്ള ഓയിലും 50% എത്തനോൾ. അത് ഏകദേശം 8-10-12 മണിക്കൂർ വരെ അത് നമുക്ക് സ്മെല്ല് ആസ്വദിക്കാൻ സാധിക്കും. അതിന് സ്മെല്ല് സ്പ്രെഡ് അത്രേ ചെയ്യും. പിന്നെ 24 മണിക്കൂർ എനിക്ക് സ്മെല്ല് നിൽക്കണമെന്ന് പറയുന്നത് അത് അവന് ഒരു AC ഓഫീസുകളിൽ പോലും നിങ്ങൾ നിൽക്കുന്ന സമയത്ത് അതിന്റെ സ്മെല്ല് ആസ്വദിക്കാൻ കഴിയുമെന്നല്ലാതെ ഏത് പെർഫ്യൂം ആയാലും അത്ര നിൽക്കൂല. 24 മണിക്കൂറും നിൽക്കുന്ന ഒരു ഇതില്ല. അത് 50% ഓയിലുകൾ യൂസ് ചെയ്താൽ തന്നെ അല്ലെങ്കിൽ 60% യൂസ് ചെയ്താൽ തന്നെ അത്ര സമയം നിൽക്കാൻ സാധിക്കുന്നില്ല. കാരണം ഞങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് അത് സ്പ്രെഡായി അത് ഞങ്ങളിൽ നിന്ന് മാറിപ്പോന്നു. ജനങ്ങൾ ആസ്വദിക്കുന്നവരും അതിന്റെ സമയം കഴിയുന്ന സമയത്ത് കുറഞ്ഞ് അത് പിന്നെ സ്മെല്ല് ഇല്ലാണ്ടാകും. അങ്ങനെയാണ് ഈ ഓയിലിന്റെ കാറ്റഗറി മനസ്സിലാക്കുന്നത്. അപ്പോ ഞമ്മ ഈ പെർഫ്യൂമിന്റെ വിഷയം പറയുമ്പോൾ അതിന്റെ ഓയിലുകളും അതുപോലെ തന്നെ അതിന്റെ എത്തനോളുള്ള കാര്യങ്ങളും അതിന്റെ ആൽക്കഹോളിന്റെ വിഷയങ്ങളെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. അതാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ ടോട്ടലി ഒരു ബേസിക് മാത്രം. ഇത് ഏത് പറയുമ്പോഴും ഞങ്ങൾക്ക് ഇത് അറിയൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് മുമ്പ് തന്നെ അറിയൂ, മനസ്സിലാവൂ. എത്ര മനസ്സിലായാലും ഇത് ഞങ്ങൾ പ്രാക്ടിക്കലായി ചെയ്യുമ്പോഴാണ് ഇതിന്റെ കറക്റ്റായ ഒരു നോളജ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ എത്ര വീഡിയോ കണ്ടാലും അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കണ്ടാലും ചെയ്യുന്നത് കണ്ടാലും നമുക്കതിനെ പെട്ടെന്ന് എന്താക്കാൻ കഴിയാല, ഗ്രഹിക്കാൻ സാധ്യമല്ല. ഞങ്ങൾ പ്രാക്ടീസായി ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും സാധിക്കുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഓയിലും ചെല്ലുമ്പോൾ ഇപ്പൊ മാർക്കറ്റിൽ പല രൂപത്തിലാണ് ഓയിൽ നമുക്ക് പിന്നെ വാങ്ങാൻ കിട്ടുന്നത്. ചില ബ്രാൻഡിന്റെ ഇങ്ങനെ സീൽഡ് ആയിട്ട് നല്ല ടിന്നില് നമുക്ക് ഓയിലുകൾ കിട്ടുന്നു, നല്ല പ്യൂർ ഓയിലുകൾ. ചിലത് അത് ഓരോരോ ബ്രാൻഡിൻ്റെതാണ്. ചിലത് kgക്ക് തന്നെ 35,000, 40,000, ചിലത് 20,000 ഇങ്ങനെല്ലാം ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഈ ചെറിയ ടിന്ന് വാങ്ങുമ്പോൾ 200-300, ചിലപ്പോ 500 ഗ്രാം, അര kgന്റെ ബോട്ടിൽ, 1 kgന്റെ ബോട്ടിൽ, ഇങ്ങനെ ഈ രൂപത്തിലെല്ലാം വരുമ്പോ അപ്പോ മാർക്കറ്റ് പല രീതിയിലാണ് നമുക്ക് ബോട്ടിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് കുറച്ച് കൂടുതൽ വാങ്ങുമ്പോൾ കുറച്ച് പൈസ കുറച്ച് കുറവായിട്ട് നമുക്ക് കിട്ടാനും സാധ്യതയുണ്ട്. കാരണം അത്രയും പെർഫെക്റ്റ് ഓയിലുകളാണ്. നമ്മ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ നല്ല സാധനം യൂസ് ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് പിന്നെ കിട്ടാൻ സാധിക്കുന്നത്. അല്ലാത്ത ലോക്കൽ ഓയിൽ നമുക്ക് ചെറിയ റേറ്റിന്റെ ഓയിലും കിട്ടുന്നു, അതിന്റെ റിസൾട്ട് അതുപോലെ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ആ ഓയിലുകൾ അത് നല്ല സാധനം വാങ്ങിയിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് കൂടുതൽ എഫക്റ്റീവ് ആണ്. ഓക്കെ,
അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ ഓയിൽ സംബന്ധിച്ചിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.